മെയിൻ ഷിഫ്റ്റ് 1 ഫെബ്രുവരി 1 24ാമത്തെ ചോദ്യം ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിന്നായിരുന്നു. ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ചോദ്യം ശ്രദ്ധിച്ച് നോക്കുക. Two identical charged spheres are suspended by strings of equal lengths. The strings make an angle theta with each other. When suspended in water, the angle remains the same. The density of the material of the sphere is 1.5 g per cc, gram per centimeter cube. The dielectric constant of water will be എന്നാണ് ചോദ്യം. അപ്പോൾ എയറിൽ നിർത്തിയിരിക്കുകയായിരുന്നു. സ്ഫിയേഴ്സിൻ്റെ ഡെൻസിറ്റിയൊക്കെ തന്നിട്ടുണ്ട്. നേരെ വെള്ളത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവിടെ റിലേറ്റീവ് ഡെൻസിറ്റി ഡിഫറൻസ് വരും. അപ്പോൾ അത് ശരിക്കും നമ്മുടെ ആരെ എഫക്റ്റ് ചെയ്യും? ജിയെ എഫക്റ്റ് ചെയ്യും. അതാണ് ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ളൊരു ഐഡിയ എന്ന് പറയുന്നത്. ശരിക്കും എയറിലായിരുന്നെങ്കിൽ ജി ആയിരുന്നു, വെള്ളത്തിലേക്ക് വരുമ്പോൾ ജി എഫക്റ്റീവായി മാറും. കാരണം ഡെൻസിറ്റി റിലേറ്റീവ് ആണ്. റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന വെള്ളത്തിൻ്റെ ഡെൻസിറ്റി ബൈ സ്ഫിയർ ഡെൻസിറ്റി റോ ബൈ ഡി. അത് എന്ത് ചെയ്യണം? എഫക്റ്റീവ് ഡെൻസിറ്റി വരുമ്പോൾ ജി ഈസ് ഈക്വൽ ടു ജി എഫക്റ്റീവ് എടുത്തു കഴിഞ്ഞാൽ ഒറിജിനൽ നിന്നും ഈ ഒരു വാല്യൂ അവിടെ എന്ത് ചെയ്യണം? ജി ഇൻറ്റു റോ ബൈ ഡി എന്ന വാല്യൂ അവിടെ നമ്മൾ മൈനസ് ചെയ്യണം. ജി ഇൻറ്റു റോ ബൈ ഡി എന്ന വാല്യൂ മൈനസ് ചെയ്യണം. അല്ലെങ്കിൽ എനിക്ക് ജി കോമൺ എടുത്ത് ജി ഇൻറ്റു 1 മൈനസ് റോ ബൈ ഡി ആണ് ഇവിടുത്തെ ജി എഫക്റ്റീവ് എന്ന് പറയുന്നത്. ഈ ഒരു ഐഡിയ ആണ് ശരിക്കും ഈ ക്വസ്റ്റ്യനിൽ ചെയ്യാൻ വേണ്ടത്. ബാക്കിയെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇവിടെ നോക്കുക, അവർ പറയുന്നുണ്ട് 2 ഐഡൻറ്റിക്കൽ ചാർജ് സ്ഫിയേഴ്സ് ആണ്. അപ്പം ഒരു സ്ട്രിങ്ങിൽ ഇങ്ങനെ തൂക്കിയിട്ടേക്കാണ് 2 ഐഡൻറ്റിക്കൽ ചാർജ് സ്ഫിയേഴ്സ്. ഇവർ തമ്മിൽ റിപ്പൾഷൻ ഉണ്ട്. ഇതിൽ അങ്ങോട്ട് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഫോഴ്സ് ഈ mg താഴേക്കാണ്. ഇവർ തമ്മിലുള്ള ആംഗിൾ മൊത്തം ആംഗിൾ തീറ്റയാണ്. അപ്പോൾ ഞാനിവിടെ പകുതിയാക്കിയാൽ ആംഗിൾ θ/2 ആണ്. ഇതിങ്ങോട്ട് നീട്ടിക്കഴിഞ്ഞാൽ ഈ ആംഗിൾ θ/2 ആണെന്ന് കിട്ടും. അതായത് ഇത് എഫ് ആണ്, ഇത് mg ആണെങ്കിൽ ഇതിനെ പയ്യെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ആംഗിൾ ഈസ് θ/2. അപ്പോൾ എയറിൽ ഞാൻ ഇക്വേഷൻ എഴുതി tan θ/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഇതാണ്, അത് എഫ് ആണ്. എഫ് നമുക്കറിയാം 1/4πε0 q² ബൈ എഫ് എന്ന് പറഞ്ഞാൽ 1/4πε0 q1 q2 രണ്ടും ഐഡൻറ്റിക്കൽ ആയതുകൊണ്ട് q² ഇത് തമ്മിലുള്ള ദൂരം 6 q²/6 നമുക്ക് r² എഴുതാം. അത് നമ്മളവിടെ കൊടുത്തു. സോ 1/4πε0 ഇൻറ്റു q² ബൈ 1/4πε0 r² ഇൻറ്റു tan θ/2 എഫ്. ഇത് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് അഡ്ജസ്റ്റൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ mg ആണ്. അപ്പോൾ mg എനിക്ക് താഴെ എഴുതാം. f/mg ആണ് ഇവിടുത്തെ tan θ/2 എന്ന് വരുന്നത്. കാരണം ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്, mg ആണ് അഡ്ജസ്റ്റൻറ്റ് സൈഡ്. അപ്പോൾ f/mg എഫിൻ്റെ സ്ഥാനത്താണ് ഞാൻ ഇതിട്ട് കൊടുത്തത്. വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഇനി എനിക്ക് വേണ്ടത് വെള്ളത്തിൻ്റെ കേസാണ്. വാട്ടറിലേക്ക് വരുമ്പോൾ ആംഗിൾ റിമൈൻ സെയിം എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ tan θ/2 എന്ന് തന്നെയാണ് കൊടുക്കുന്നത്. മാറ്റമൊന്നുമില്ല. q²/4πε0 മാത്രമല്ല ε/r കൂടെ വരും. കാരണം വെള്ളമാണ്, റിലേറ്റീവ് പെർമിറ്റിവിറ്റിയും കൂടെ ഞാനിവിടെ കൊടുക്കണം. ഡിസ്റ്റൻസിന് മാറ്റമൊന്നുമില്ല. m ഇൻറ്റു ജി എഫക്റ്റീവ് ആണ്. ഇനി നമുക്ക് 2 LHSഉം ഇക്വേറ്റ് ചെയ്യാം. 2 LHS ഇക്വേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും q² വെട്ടിപ്പോകും. 4πε0 r² 4πε0 r² എമ്മും വെട്ടിപ്പോകും. പിന്നെ ആകെയുള്ളത് ഈ ε/r ഇൻറ്റു ജി എഫക്റ്റീവ് ഈക്വൽ ടു ഇപ്പുറത്തൊരു ജി വരും. നമുക്ക് വേണ്ടത് ε/r ഇൻറ്റു ജി എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ ജി ഇൻറ്റു 1 മൈനസ് റോ ബൈ ഡി ആണ്. ഈക്വൽ ടു ജി എന്ന് വരും. ജിയും വെട്ടിക്കളയും. ε/r ഇൻറ്റു ഡി മൈനസ് റോ ബൈ ഡി ഈക്വൽ ടു 1 എന്ന് വരും. ε/r ഈക്വൽ ടു d/d മൈനസ് റോ എന്ന് വരും. ഡി സ്ഫിയറിൻ്റെ ഡെൻസിറ്റിയാണ്. അത് 1.5 cc എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡി മൈനസ് വെള്ളത്തിൻ്റെ 1 ആണെന്ന് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡി മൈനസ് 1.5 മൈനസ് 1 എന്ന് വരും. സോ 1.5 ബൈ 1/2 എന്ന് വരും. ഇറ്റ്സ് ഈക്വൽ ടു 3 ഈസ് ദ റൈറ്റ് ആൻസർ. ε/rൻ്റെ വാല്യൂ വരുന്നത് 3 ആണ്. നല്ലൊരു ചോദ്യമാണ്. ε/rൻ്റെ വാല്യൂസ് 3 ഈസ് ദ റൈറ്റ് ആൻസർ. ശരിയല്ലേ? താങ്ക് യു.